സത്യ സാറിൻ്റെ എന്ന് പറഞ്ഞാൽ ഞാൻ അങ്ങനെ കാണാൻ പോയി അങ്ങനെ പടം ചെയ്തിട്ടില്ല. എന്താ കാരണം വെച്ചാൽ അങ്ങനൊരു സംസാരിച്ച് ഞാനൊരു വാക്ക് പറഞ്ഞാൽ അത് ശരിക്കും ചെയ്യണം, റെക്കമെൻഡേഷൻ ചെയ്ത്, അങ്ങനെയാണ് എൻ്റെ സ്വഭാവം. അതുകൊണ്ട് അവർ ചെയ്യുമെന്ന് അറിയില്ല കേട്ടോ എന്ന് പറഞ്ഞിട്ട് പറഞ്ഞില്ല. പക്ഷേ കാണാം ചന്ദ്രധാര ഓഫീസിൽ അങ്ങോട്ട് താമസിച്ചിരുന്നു. അപ്പോൾ ഞാൻ അടിക്കടി ചെല്ലും, ഇരുന്ന് ഇങ്ങനെ സംസാരിക്കും. അപ്പോൾ അങ്ങനെ അടുത്ത് എല്ലാവരും ചേർന്ന് ഇങ്ങനെ വരും. അപ്പോൾ അങ്ങോട്ട് ഇങ്ങനെ വർത്തമാനം പറഞ്ഞിട്ട് കേൾക്കാം. എന്താ ഉണ്ട് സാർ എനിക്ക് സിനിമയിൽ നടിക്കണം. അന്നടിച്ചോ എന്താ വിരോധം കമലിൽ, ഞാൻ എന്താ ചെയ്യേണ്ടത് സാറ്? ഞാൻ വിചാരിക്കുന്ന വൃത്തിയില്ല, ഞാൻ എന്നെപ്പോലെ നടനാണ്, കമ്പനിയിൽ പോയി നീ അഭിനയിച്ചോ സാർ, എനിക്ക് ഫൈറ്റിങ് അറിയാം, നമുക്ക് രണ്ട് പറ്റിയ അങ്ങനെ ഇപ്പോൾ തമാശ പറഞ്ഞ് കേട്ടിട്ടുണ്ട്. പക്ഷേ ഞാൻ കണ്ടതിൽ ഇത്രയും ഒരു നാണയമായ മനുഷ്യൻ ഒരു വാക്ക് പറഞ്ഞാൽ അതിന് ഇത്രയും ബലം ഉണ്ടാവണം എന്ന് വിചാരിക്കുന്ന ആളെ ഞാൻ വേറെ കണ്ടിട്ടില്ല സിനിമയിൽ. ഏതെങ്കിലും കാരണം വരുമ്പോൾ തള്ളിവിട് ഇപ്പം ഞങ്ങളാക്ക് ആ കാര്യം പറയണ്ട, ഒരു കാര്യം പറഞ്ഞാൽ സിനിമയിൽ എനിക്ക് അതുപോലത്തെ ഒരു അതിശയം കണ്ടിട്ടില്ല. ഒരു ക്ലാസ്സിൽ അയലിട്ട് ബാക്കിയൊക്കെ സ്ഥലത്ത് വേറെ ആരിട്ടാലും ആ ഒരു നാണയം അതിൽ സംസാരിക്കാൻ പേടിക്കരുത്. എന്താ എന്താ നിൽക്കണ നോണ പറയാനാണോ അങ്ങനെയൊക്കെ പറയാനേ പേടിയല്ലരുത്. ഞാൻ സാറിൻ്റെ കൂടെ ഉദയനൻ്റെ മകൻ ആദ്യത്തെ വടക്കൻ കഥ ഞാൻ വർക്ക് ചെയ്യാണ്. ഉദയനൻ്റെ മകൻ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ക്രിപ്റ്റായിരുന്നു ഗോവിന്ദൻകുട്ടിയുടെയും ശാനകമണി ആശാൻ്റെയും. അങ്ങനെ ഇരിക്കുമ്പോൾ ക്ലൈമാക്സ് സത്യൻ സാറും നസീർ സാറും കൂടെ ഉറുമി ഫൈറ്റാണ്, ഷോർട്ട് ഫൈറ്റ്. രാഗിണി അമ്മയാണ് നസീർ സാറിൻ്റെ അമ്മ. ഈ അമ്മയുടെ ഭർത്താവാണ് സത്യൻ സാറ്, മകനാണ് നസീർ സാറ്. ഇവർ അച്ഛനും മകനും തങ്ങളിൽ അറിയില്ല, അമ്മയ്ക്കറിയാം അച്ഛനും മകനുമാണെന്ന്. ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും പറയാൻ വയ്യാത്ത ഒരു സന്ദർഭത്തിൽ ക്ലൈമാക്സ് ഫൈറ്റ് നടന്നുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ സത്യൻ സാറ് ഒന്ന് ബ്രേക്ക് ചെയ്ത് വെളിയിൽ പോയിട്ട് വരും. 5 നിമിഷം ഞങ്ങളെല്ലാം റെസ്റ്റ് എടുത്ത് അവിടെ ഡോക്ടർ, ഒരു ആലപ്പുഴ ഒരു ഡോക്ടറുണ്ട്, അദ്ദേഹത്തിൻ്റെ പേര് ഞാൻ മറന്നുപോയി. സാറ് പോയി കണ്ടിട്ട് വീണ്ടും ഇങ്ങനെ വരും. സാറിൻ്റെ പഴയ ഒരു ഹെറാൾഡ് കാറുണ്ട്, ആ ഹെറാൾഡ് കാറിൽ സാറ് വരും, വന്ന് റെഡി, ഷോട്ട് റെഡി എന്ന് പറയും. ഇഞ്ചക്ഷൻ കഴിഞ്ഞിട്ട് സാറ് വീണ്ടും ഷോട്ട് ഫൈറ്റ് ചെയ്യും, പിന്നും തളരും, പിന്നും പോകും. ഇങ്ങനെ പല സന്ദർഭങ്ങളായി സാർ ഇതെല്ലാം ചെയ്ത് ക്ലൈമാക്സായി നസീർ സാർ സത്യൻ സാറിൻ്റെ കഴുത്തിൽ ഉറുമി ചുറ്റി കൊല്ലാനായിട്ട് പോകുമ്പോൾ അമ്മ ഇടയിൽ ചാടി വീഴും, മകനെ കൊല്ലല്ലേ, ഇത് നിൻ്റെ അച്ഛനാണ്. ഇതാണ് ക്ലൈമാക്സ്. പക്ഷേ സത്യൻ സാറിന് പോയിട്ട് വരുന്ന ഡോക്ടറെ കണ്ട് ഇഞ്ചക്ഷൻ ചെയ്യുന്ന പുള്ളിക്ക് ഒരു അസുഖമുണ്ടായിരുന്നു, ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ ചെയ്യുന്ന, അത് ആഴ്ചയിലൊരിക്കൽ, ദിവസത്തിലൊരിക്കൽ, ചിലപ്പോൾ രാത്രി 10 മണിക്ക് പോയിട്ട് കാലത്തെ വരും ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ കഴിഞ്ഞിട്ട്. ഇത് ആർക്കും അറിയാൻ പാടില്ല. ഈ അസുഖം വെച്ചുകൊണ്ടാണ് സാർ ഷോർട്ട് ഫൈറ്റ് ചെയ്തത്. ഇങ്ങനെ മറക്കാൻ വയ്യാത്ത ഒരു സംഭവം സത്യൻ സാറിൻ്റെ കൂടെ ഉണ്ടായിരുന്നു. അത് സത്യൻ സാറുമായിട്ടുള്ള പ്രധാനപ്പെട്ട ഒരു അനുഭവമായിരുന്നു. 1971 ജൂൺ 15 സത്യൻ ഈ ലോകത്തോട് വിട പറയുമ്പോൾ അദ്ദേഹത്തിന് 59 വയസ്സായിരുന്നു പ്രായം. ബ്ലഡ് ക്യാൻസർ എന്ന മാരകരോഗം തന്നെ ബാധിച്ചതറിഞ്ഞിട്ടും അത് മറ്റാരോടും പറയാതെ അദ്ദേഹം നിരന്തരം അഭിനയിച്ചുകൊണ്ടേയിരുന്നു. ചെമ്മീൻ, ത്രിവേണി, കരകാണാക്കടൽ എന്നീ 3 കളർ ചിത്രങ്ങൾ മാത്രമേ സത്യൻ അഭിനയിച്ചിട്ടുള്ളൂ. ബോഡി ലാംഗ്വേജ് എന്ന് ഇന്ന് വിളിക്കുന്ന നടൻ്റെ മാനരസങ്ങൾ വളരെ സ്വാഭാവികമായും സൗണ്ട് മോഡുലേഷൻ്റെ അനിവാര്യത ഓരോ കഥാപാത്രങ്ങളിലൂടെയും അരക്കിട്ടുറപ്പിച്ചും അഭിനയിച്ച ഈ അതുല്യ നടൻ ഒരു തലമുറയ്ക്കും പിൻതലമുറയ്ക്കും നടനത്തിൻ്റെ ഒരു മഹാവിദ്യാലയമായിരുന്നു. മരിക്കുന്ന അന്ന് വളരെ വിചിത്രമായ ഒരു സംഭവം ഉണ്ടായി. അദ്ദേഹം ഷൂട്ടിംഗ് കഴിഞ്ഞ് വൈകിട്ടെത്തിയപ്പോൾ തൻ്റെ സുഹൃത്ത് ഡൽഹിയിൽ നിന്ന് വന്നു. അദ്ദേഹവുമായിട്ട് അത്താഴം കഴിഞ്ഞ് ഈ സുഹൃത്തിനെ അദ്ദേഹം താമസിച്ചിരുന്ന ഹോട്ടലിൽ കൊണ്ടാക്കി, കാർ ഓടിച്ച് കൊണ്ടാക്കി തിരിച്ചു വരുന്ന വഴിക്ക് KJ ഹോസ്പിറ്റലിൽ കയറി. മദ്രാസിൽ പൂനമാലി ഹൈ റോഡിലുള്ള KJ ഹോസ്പിറ്റലിലായിരുന്നു അദ്ദേഹത്തിൻ്റെ ചികിത്സയും മന്ത്ലി ചെക്കപ്പ് നടന്നുകൊണ്ടിരുന്നത്. അവിടെ ചെന്ന് ഡോക്ടറെ കണ്ട് അടുത്ത ദിവസം അടുത്ത ദിവസം തൻ്റെ ചെക്കപ്പാണ്. അന്ന് ഞാൻ രാവിലെ നേരത്തെ വരും, എന്നെ 7-8 മണിയാകുമ്പോൾ എന്നെ വിടണം, എനിക്കന്ന് ഷൂട്ടിംഗ് ഉള്ളതാണ്, എനിക്കത് മാറ്റി വയ്ക്കാൻ പറ്റില്ല എന്ന് ഡോക്ടറോട് ആവശ്യപ്പെട്ടിട്ട് തിരിച്ച് ആ ഡോക്ടറുമായി പുറത്തിറങ്ങി താൻ ഓടിച്ചു വന്ന കാറിലേക്ക് കയറുവാനായിട്ട് ചെന്നു. കാറിൻ്റെ ഡോറ് തുറന്നു, ഡോക്ടറിനെ ഷേക്ക് ഹാൻഡ് ചെയ്തു. അവർ പെട്ടെന്ന് ഈ ഷേക്ക് ഹാൻഡ് ചെയ്തപ്പോൾ സത്യമാഷ് നിങ്ങൾക്ക് പനിയുണ്ടല്ലോ എന്ന് പറഞ്ഞു. തികച്ചും സ്വാഭാവികമായിട്ട് ചിരിച്ചുകൊണ്ട് എനിക്ക് പനിയൊന്നുമില്ല, നിങ്ങൾക്ക് തോന്നിയതായിരിക്കും, ഇല്ല സത്യമാഷേ നിങ്ങൾക്ക് പനിയുണ്ട്, വരൂ നമുക്കൊന്ന് നോക്കിയിട്ട് പോകാം എന്ന് പറഞ്ഞ് ഇദ്ദേഹത്തിനെ അകത്തേക്ക് കൂട്ടിക്കൊണ്ടു പോവുകയായിരുന്നു. അന്ന് അവിടെ ആ റിസപ്ഷനിലുണ്ടായിരുന്ന ഒരു ഹെഡ് സിസ്റ്റർ എന്നോട് പറഞ്ഞത്, ഇദ്ദേഹം ആ ആശുപത്രിയുടെ മുകളിലത്തെ നിലയിലേക്ക് ഈ 2 പടികൾ ചവിട്ടി ചാടി കയറി പോകുന്ന രംഗം അവർ കണ്ടുവെന്നാണ്. അത്രയും കൂസലില്ലാതെ അവിടെ പോയി നോക്കിയപ്പോൾ, ഡോക്ടേഴ്സ് നോക്കിയപ്പോൾ 104 ഡിഗ്രി പനിയായിരുന്നു. അന്ന് ഇവരുടെ നിർബന്ധപ്രകാരം അവിടെ കിടന്നു.
രാവിലെ ഷൂട്ടിങ്ങിന് വിടാമെന്നുള്ള ഉറപ്പിൻ്റെ മേൽ. പക്ഷേ അദ്ദേഹത്തിന് പിന്നെ ഷൂട്ടിങ്ങിന് പോകാൻ സാധിച്ചില്ല. രോഗം, ക്രൂരമായ ആ രോഗം അദ്ദേഹത്തെ കീഴടക്കി. 55 മണിക്കൂറുകൾ മാത്രം അദ്ദേഹം ആ രോഗശയ്യയിൽ കിടന്നുള്ളൂ. അവിടെ വെച്ച് മദ്രാസിൽ KGI ഹോസ്പിറ്റലിൽ വെച്ച് അദ്ദേഹം 1971 ജൂൺ 15 രാവിലെ 4:10 ഈ ലോകത്തോട് യാത്ര പറഞ്ഞു.